ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് ഘോഷിനെ ബിജെപി പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. സന്ദീപ് ഘോഷിനെ മർദ്ദിച്ച ശേഷം കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് ചാടാൻ നിർബന്ധിച്ചുവെന്നാണ് ആരോപണം. ഗുരുതരമായി പരിക്കേറ്റ സന്ദീപ് ഘോഷ് ചികിത്സയിലാണ്. ബുധനാഴ്ച വൈകിട്ടാണ് സന്ദീപ് ഘോഷിനെ ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടാകുന്നത്. അക്രമി സംഘം സന്ദീപിനെ ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടാൻ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ സന്ദീപിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെ കത്വയിലെ തൃണമൂലിന്റെ പാർട്ടി ഓഫീസും സംഘം അടിച്ചു തകർത്തു. ഫർണിച്ചറുകളും രേഖകളും നശിപ്പിച്ചതായും ആരോപണമുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്നും ബംഗാളിൽ സംഘടിത രാഷ്ട്രീയ അതിക്രമം വളരുകയാണെന്നും തൃണമൂൽ നേതൃത്വം പ്രതികരിച്ചു. ഇത് സംസ്ഥാനത്തെ നിയമവാഴ്ചയുടെയും ക്രമസമാധാനത്തിന്റെയും തകർച്ചയുടെ സൂചനയാണെന്നും അവർ ആരോപിച്ചു. പട്ടാപ്പകൽ ഇത്രയും ക്രൂരമായ അതിക്രമണം നടത്തിയിട്ടും കുറ്റവാളികൾക്ക് ഒരു ഭയവുമില്ലെന്നും ഇത് ഭരണത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്നും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും രാഷ്ട്രീയ അതിക്രമണങ്ങൾ തടയുന്നതിലും നിലവിലെ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. ബിജെപിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും ശേഖരിച്ച് പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.